നമ്മൾ ഇന്ന് ഈ മൊഗ്രാനിലേക്കുള്ള യാത്ര, എന്റെ കൂടെ രണ്ടുപേരും കൂടി, എന്റെ കസിൻ ബ്രദറും. ഞങ്ങൾ ഇവിടെ എത്താനാവുമ്പോ ഞങ്ങൾക്ക് കിട്ടിയ വിവരം, അദ്ദേഹത്തിന്റെ എന്റെ കൂടെയുള്ള സുഹൃത്തും കസിൻ ബ്രദറുമായ സഹോദരന്റെ മരുമകന്റെ അനുജൻ തൃശ്ശൂരിൽ വെച്ച് ട്രെയിനിൽ നിന്ന് വീണ് മരിച്ചു എന്ന വാർത്തയാണ്. 4 ചെറിയ കുഞ്ഞു മക്കളുടെ പിതാവ്, 32 വയസ്സുകാരനായ അദ്ദേഹത്തിന്റെ മരണ വാർത്ത നാളെ 9 മണിക്കാണ് പോസ്റ്റ്മോർട്ടം. ട്രെയിനിന്റെ ഡോറ് തട്ടി പുറത്തേക്ക് തെറിച്ചു എന്നാണ് കേൾക്കുന്നത്. അല്ലാഹു അറിയില്ല. ഏതായാലും കാസർഗോഡ് എത്തുമ്പോൾ നമുക്ക് കിട്ടുന്ന വിവരം ട്രെയിനിൽ നിന്ന് വീണ് ഉടനെ മരിച്ചു എന്ന വാർത്തയാണ്. അല്ലാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, വളരെ പെട്ടെന്നാണ് കൊറോണക്കൊക്കെ ശേഷം യുവാക്കൾ എത്ര പേരാണ് തളർന്നു കൊണ്ട് മരിച്ചിട്ടുള്ളത്. എന്റെ നാട്ടിൽ 18 വയസ്സുള്ള ഒരു പെൺകുട്ടി ചെയറിലിരുന്ന് സംസാരിക്കുന്ന ഇടയിൽ തളർന്നു കൊണ്ട് മരിച്ചു. നമ്മുടെ സുഹൃത്ത് 33-കാരൻ കഴിഞ്ഞ ആഴ്ച നോമ്പിന്റെ 2 ദിവസം മുമ്പ് ക്രിക്കറ്റ് കളിക്കുന്നിടയിൽ തളർന്നുകൊണ്ട് മരിച്ചു. എത്ര വാർത്തകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ എവിടെ പോയി ഒളിച്ചാലും മരണം നമ്മളെ പിടികൂടുമെന്ന് ഖുർആനിന്റെ പ്രഖ്യാപനമാണ്. ഖുലിനൽ മൗതല്ലദീ തഫിറൂന മിൻഹു ഫഇന്നഹു മുലാഖീകും സുമ്മ തുറദ്ദൂന ഇലാ ആലിമിൽ ഗൈബി വശഹാദ. മരണത്തിലേക്ക് നമ്മൾ അങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ല. നമ്മുടെ സമയമായാൽ, ഡേറ്റ് ആയാൽ, സെക്കൻഡ് ആയാൽ മരണം നമ്മെ തേടിയെത്തും. ഒരു പ്രത്യേക സ്ഥലത്ത് വെച്ച്, ഒരു അർദിൽ വെച്ച്, ഒരു പ്രത്യേക ഭൂമികയിൽ വെച്ച് മരിപ്പിക്കാനാണ് അല്ലാഹുവിന്റെ തീരുമാനമെങ്കിൽ ആ മനുഷ്യന്റെ മുന്നിലേക്ക് ഒരു ഹാജത്ത്, അവിടേക്ക് പോകാനുള്ള ഹാജത്ത് ഇട്ട് കൊടുക്കും അല്ലാഹു എന്നാണ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ചില ആളുകൾ ഗൾഫിൽ പോയത് മരിക്കാനായിരിക്കും, അന്ന് മരിക്കും. ഗൾഫിൽ നിന്ന് വരാൻ ഇനിയും 15 ദിവസം ഉണ്ട്. പക്ഷെ പെട്ടെന്ന് വരണമെന്ന് തോന്നി. അങ്ങനെ നാട്ടിലിറങ്ങി, എയർപോർട്ടിൽ ഇറങ്ങി, നാട്ടിലേക്ക് പോകുന്ന വഴിയിൽ അപകടത്തിൽ മരിച്ചു. ഇത്ര കേട്ടിട്ടുണ്ട് നമ്മൾ. കല്യാണ ദിവസം പുതുമണവാളൻ മരിക്കും, മണവാട്ടി മരിക്കും. ഇതൊക്കെ നമ്മുടെ മുന്നിൽ ഉണ്ടെങ്കിലും നമ്മൾ മരണത്തിൽ ഒരുങ്ങിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിന്റെ ഓരത്തിരുന്നു. ഖബറിന്റെ ഒരു സൈഡിൽ ഇരുന്നിട്ട് വിതുമ്പി വിതുമ്പി കരഞ്ഞ് അവിടുത്തെ കണ്ണുനീരുകൾ ഇങ്ങനെ ചാലിട്ടൊഴുകി, ഇരുന്ന സ്ഥലത്തെ മണലുകൾ നനഞ്ഞുപോയി. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, യാ ഇഖ്വാനി, എന്റെ സഹോദരങ്ങളെ, ലിമിസ്ലി ഹാദാ, ഇങ്ങനൊരു ദിവസം ഉണ്ട് കേട്ടോ. അതുകൊണ്ട് ഫഅഇദു, ഈ ഇതുപോലെയുള്ള അവസ്ഥക്ക് വേണ്ടി നിങ്ങൾ റെഡിയായിക്കൊള്ളു. ഖബറിന്റെ ഓരത്തിരുന്ന്, വക്കത്തിരുന്ന് കണ്ണുനീരൊലിപ്പിച്ച് കരഞ്ഞ് മുഹമ്മദ് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് പറയാണ്. അവർ വലിയ മുഅ്മിനീങ്ങളാണ്, മുത്തഖീങ്ങളാണ്, ഔലിയാക്കന്മാരാണ്, നേതാക്കന്മാരാണ്. അവരോടാണ് പ്രവാചകൻ കരഞ്ഞു പറയുന്നത്, ഒരുങ്ങിക്കോളൂ ഇങ്ങനെ ഒരു ദിവസത്തിന് വേണ്ടി. നമ്മൾ ഒരുങ്ങിയിട്ടുണ്ടോ? മരണം മനുഷ്യനെ പിടിച്ചു കുലുക്കും. ആരോഗ്യമുള്ള ഒരാളാ മരിക്കണമെങ്കിൽ കട്ടിലിന്റെ സൈഡിലൊക്കെ ഇങ്ങനെ പിടിച്ചു വലിക്കാൻ നോക്കും. ആ മരണസമയത്ത് നമ്മൾ കൈ കൊടുത്താൽ നമ്മുടെ വിരലുകളൊക്കെ കൂട്ടിപ്പിടിച്ച് വേദനിപ്പിക്കും. ഒരാൾക്കും ഈ ദുനിയാവ് കൊണ്ടുപോകാൻ ആഗ്രഹമില്ല. പ്രവാചകൻ ഒരിക്കൽ പറഞ്ഞു, പ്രായമുള്ള ആളുകളുടെ ഹൃദയത്തിൽ 2 ഷാപ്പുണ്ട്, 2 യൗവനമുണ്ട്. എന്താണത്? ഒന്ന് കുറച്ചുകൂടി കാലം ജീവിക്കണമെന്ന യൗവനമാണ്. കുറച്ചുകൂടി കാലം ജീവിക്കണം. ആർക്കായി ഇവിടെ വിട്ടു പോകാൻ താല്പര്യമുള്ളത്? 65-70 വയസ്സായ വാപ്പാക്ക് സുഖമില്ലാന്ന് പറഞ്ഞാൽ ഏതായാലും 70 വയസ്സായില്ലേ എന്ന നിലക്ക് നമ്മൾ സർജറി വേണ്ടെന്ന് പറയും, ആ വാപ്പ വേണ്ടെന്ന് പറയും. മനുഷ്യന്റെ ജീവിതത്തിൽ ലയിച്ചു ചേർന്നതാണ് ഈ ഭൂമിയോടൊട്ടിയുള്ള ജീവിതം. അത് ആഗ്രഹിക്കുന്ന മനുഷ്യർ, അത് ആഗ്രഹിക്കാണ്.
ആർത്തിയാണ് മനുഷ്യനുണ്ടാകുന്ന ഒരു സ്വഭാവത്തിന്റെ, ഒരു ദുർഗുണത്തിന്റെ ഭാഗമെന്ന് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആനിൽ പറഞ്ഞു, നിങ്ങളുടെ ജീവിതം എന്ന് പറഞ്ഞാൽ ലഅബാണ്, കളിയാണ്, ലഹുബാണ്, വിനോദമാണ്, സീനത്ത് അലങ്കാരമാണ്, തഫാഖുർ ഒരു ഫഖ്ർ നടിക്കലാണ്, തകാസുർ പെരുമ കാണിക്കലാണ്, സമ്പത്ത് കൊണ്ടും മക്കളെ കൊണ്ടും. ഈ 5 പോയിന്റിലൂടെയാണ് മനുഷ്യന്റെ ജീവിതം ഇങ്ങനെ കറങ്ങുന്നത്. ഈ റൊട്ടേഷനിടയിൽ എപ്പോഴും അല്ലാഹു തിരിച്ചു വിളിക്കാം. കളിയുടെ പ്രായത്തിൽ, വിനോദത്തിന്റെ പ്രായത്തിൽ, അലങ്കാരത്തിന്റെ പ്രായത്തിൽ ഞാൻ എന്റെ ബസ്സിലൊക്കെ പിടിച്ചു നോക്കി, കണ്ണാടിക്ക് മുന്നിൽ നിന്ന് അഭിമാനം കൊള്ളുന്ന യൗവനത്തിന്റെ ചോരത്തിളപ്പുള്ള യൂത്തിന്റെ സമയം എന്നെ തിരിച്ചു വിളിക്കാം. കുറച്ചുകൂടി ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോ മക്കളെ തൊട്ടും സ്വത്തിനെ തൊട്ടൊക്കെ പെരുമ പറയും. ഇത് പരിചയപ്പെട്ടതാണ്. എന്താ നിങ്ങളെ പേര്? അയാളെ പേര് പറഞ്ഞു. എന്നറിയില്ലേ? ആ മൊഗ്രാല വലിയ ബിൽഡിങ്ങിന്റെ മൂത്ത മകന്റെതാണ്. കാസർഗോഡിലെ ഇന്ന ബിൽഡിങ്ങിന്റെ ചെറിയ മോഡലാണ്. എനിക്ക് ആകെ ഒരു മോളേ ഉള്ളൂ. 2 പേരും, ഭർത്താവും അവരും ഖത്തറിലാണ്, കാനഡയിലാണ്. അതൊക്കെ ഇങ്ങോട്ട് പറയും, നമ്മൾ ചോദിച്ചിട്ടില്ല. അതൊക്കെ ഒരു അഭിമാനമായി, ഒരു പെരുമയായി തോന്നുന്ന ഒരു പ്രായം നിങ്ങളുടെ മുന്നിലേക്ക് വരാനുണ്ട്. ഞാൻ പറഞ്ഞതല്ല, അള്ളാന്റെ ഖുർആനാ പറയണത്, പരിശുദ്ധ ഖുർആൻ പറയണം. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മൾ ഒരുങ്ങിയിട്ടുണ്ടോ? ഏറ്റവും ബുദ്ധിയുള്ള ആള് ഈ ദുനിയാവിൽ ബിസിനസ് ചെയ്ത്, കച്ചവടം ചെയ്ത് ലാഭം കൊയ്യാമെന്ന് വിചാരിക്കുന്നവനല്ല. അതാവാം ഇസ്ലാം അനുവദിച്ചിട്ടുണ്ട്. അഹല്ലല്ലാഹുൽ ബൈഅ, കച്ചവടം ഇസ്ലാം അനുവദനീയമാക്കിയതാണ്. അതിലൊന്നും തർക്കമില്ല, അതിൽ തർക്കമില്ല. പക്ഷേ ബുദ്ധിയുള്ളവനാരാണ്? മരണാനന്തരമുള്ള ലോകത്തേക്ക് വേണ്ടി കോപ്പൊരുക്കുന്നവനാണ്. മരണാനന്തരമുള്ള ലൈഫിന് വേണ്ടി, ജീവിതത്തിന് വേണ്ടി ഒരുക്കം നടത്തുന്നവനാണ് ബുദ്ധിയുള്ളവൻ. സത്യത്തിൽ ബുദ്ധി നമ്മളെ കണ്ണിൽ ചിലപ്പോ അവന് ഒരു പൊട്ടനായിരിക്കും, വിഡ്ഢിയായിരിക്കും. പക്ഷെ മരണാനന്തരമുള്ള അനന്തമായ, അനശ്വരമായ, തീർന്നു പോകാത്ത, ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത, ഒരു കാതും കേട്ടിട്ടില്ലാത്ത, ആകാശഭൂമിയോളം വിശാലമായ സ്വർഗത്തിന് വേണ്ടി മനുഷ്യനും കല്ലും കത്തുന്ന ആർപ്പുവിളികൾ മാത്രം കേൾക്കുന്ന, കുടിക്കാൻ വെള്ളം ചോദിക്കുമ്പോൾ മനുഷ്യ ശരീരത്തിൽ നിന്ന് ഒലിച്ചിറങ്ങുന്ന ചോരയും ചലവും നീരും കുടിക്കാൻ കൊടുക്കുന്ന നരകം. അല്ലാഹു നമ്മെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. നരകത്തിൽ എന്താ കുടിക്കാൻ കൊടുക്കുക? ആളിക്കത്തുന്ന തീ. എന്താ കത്തിക്കുന്നതല്ല? ഖുർആനിൽ പറഞ്ഞത് വഖൂദുഹന്നാസു വൽ ഹിജാറ. ഖുർആന്റെ പ്രയോഗമല്ലേ? മനുഷ്യനും കല്ലുമാണ് കത്തുക. ഈ മനുഷ്യനും കല്ലും കത്തുന്ന നരകത്തിൽ പടച്ചവനെ ഏതായാലും നരകത്തിലായി, കുറച്ച് വെള്ളം തരുമോ എന്ന് ചോദിക്കുന്നവർ, എന്റെ ഉമ്മാനെ നരകത്തിലിട്ട്, എന്റെ വാപ്പാനെ നരകത്തിലിട്ട്, എന്റെ ചേട്ടനെ അനിയനെ നരകത്തിലിട്ട്, എന്റെ മക്കളെ നരകത്തിലിട്ട്, എന്റെ ഭാര്യയായി ഭൂമിയിൽ ജീവിച്ചവളെ നരകത്തിലിട്ട്, ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും നരകത്തിലിട്ട്, എന്നെ ഒന്ന് നരകത്തിന് രക്ഷപ്പെടുത്തുമോ എന്ന് നരകത്തിൽ കിടക്കുന്ന ഓരോ മനുഷ്യരും ചോദിക്കുമെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞതാണ്. ബസ് കത്തുന്ന ബസ്സിലേക്ക് ബാപ്പ ഇറങ്ങി തീപിടുത്തുണ്ടായ ബസ്സുണ്ട്. എന്നിട്ട് മലപ്പുറം ജില്ലയില് ബസ് കത്തി ദുരന്തമുണ്ടായിരുന്നു. പക്ഷെ കുട്ടിയെ ഇറക്കിയിട്ടില്ല, ഉമ്മാന്റെ കൂടെ കുട്ടിയില്ല എന്ന് കണ്ടപ്പോ ആളിക്കത്തുന്ന ബസ്സിലേക്ക് ബാപ്പ വീണ്ടും ഓടിക്കേറി. അതാ ദുനിയാവ്. ദുബായ് എയർപോർട്ടിൽ ഫ്ലൈറ്റ് കത്തിയപ്പോ അഗ്നിശമന സേനാ വിഭാഗത്തിന്റെ UAE പൗരൻ, അതിന്റെ തലവൻ, ഫ്ലൈറ്റിൽ ഒരാൾ കൂടി ബാക്കിയുണ്ടെന്ന് അറിഞ്ഞപ്പോ ഓടിക്കയറി. നമ്മളൊക്കെ വായിച്ച വാർത്തയാണ്. അയാൾ മരിച്ചു. തന്റെ സേവനത്തിനോടും തന്റെ ജോലിയോടും പോരാ, ഒരു മനുഷ്യത്വത്തോടും കാണിക്കുന്ന അദ്ദേഹത്തിന്റെ ഹ്യൂമാനിറ്റി, മനുഷ്യത്വ മുറുകിയത്താണ്. അദ്ദേഹം രക്ഷപ്പെടുമെന്ന നിലക്കായിരിക്കും ചെയ്തിട്ടുണ്ടാവുക. പക്ഷെ പരലോകത്ത് എങ്ങനെയാണ്? പടച്ചോനെ എന്റെ ഉമ്മാനെ നരകത്തിലിട്ടോ, എന്നെ രക്ഷപ്പെടുത്തിയാൽ മതി എന്ന് മനുഷ്യൻ പറയും. പടച്ചോനെ എന്റെ മക്കളെ നരകത്തിലിട്ടോ, എന്നെ രക്ഷപ്പെടുത്തിയാൽ മതി എന്ന് പറയും. എന്റെ ഭാര്യയെ, എന്റെ മക്കളെ, എന്റെ സഹോദരങ്ങളെ ഓരോ മനുഷ്യനും പറയും, എന്നെ ഒന്ന് രക്ഷപ്പെടുത്തി തന്നാൽ മതി. ചില ആളുകൾ റബ്ബിനോട് പറയാ, ഏതായാലും നരകത്തിലായി, പക്ഷേ പടച്ചവനെ ഒരു ദിവസത്തെ ശിക്ഷയെങ്കിലും കുറച്ചു തന്ന് ഒന്ന് രക്ഷപ്പെടുത്തുമോ എന്ന് മനുഷ്യൻ വാവിട്ട് കരയും. കൊണ്ട് നോക്കുന്ന പ്രശ്നമേ ഇല്ല. ദുനിയാവിലുള്ള ഇഷ്ടം പോലെ സമയത്തൊന്നും ഈ മൊഗ്രാലിലെ പള്ളിയിൽ ഇരിക്കുന്ന 60-കാരൻ സമയം കിട്ടിയിട്ടില്ല എന്ന് പറയാൻ പറ്റുമോ? നാളെ പരലോകത്തുനിന്ന്
പറ്റുമോ? 50 വയസ്സ് 40 വർഷം 30 വർഷമൊക്കെ ഭൂമിയിൽ ജീവിക്കാൻ അവസരം കിട്ടിയിട്ട് ഒരു 10 വർഷം കുട്ടിക്കാലം വിട്. പിന്നെ 20 വയസ്സാകുമ്പോ നീ 15 വർഷം വിട്ടാല് 5 കൊല്ലം സമയം തന്നില്ലേ? സഅദ് ബിൻ മുആദ് റളിയല്ലാഹു ആകെ ജീവിച്ചതല്ല മുസ്ലിമായിട്ട് 5 കൊല്ലം. സഅദ് ബിൻ മുആദ് റളിയല്ലാഹു മുസ്ലിമായി ജീവിച്ചത് 5 കൊല്ലം. 30ാമത്തെ വയസ്സിൽ മുസ്ലിമായി, 35ാമത്തെ വയസ്സിൽ മരിച്ചു. ആര്? സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു. ആ സഹാബി മരിച്ചപ്പോഴാണ് അല്ലാഹുവിന്റെ അർശ് കുലുങ്ങിയത്. നമ്മൾ പറഞ്ഞല്ല, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഭൂമിയിലേക്ക് ഇന്ന് വരെ എന്ന് പറഞ്ഞാൽ ആ മരണം വരെ അത്ര കാലം വരെ ഭൂമിയിലേക്ക് ഇറങ്ങാത്ത, ഇനി ലോകം അവസാനിക്കുന്നത് വരെ ഇറങ്ങുകയില്ലെന്ന് പറഞ്ഞ 70,000 സ്പെഷ്യൽ മലക്കുകളെ അല്ലാഹു തആല സഅദ് ബിൻ മുആദ് റളിയല്ലാഹുവിന്റെ ജനാസയിൽ പങ്കെടുക്കാൻ പറഞ്ഞയച്ചു. സ്വഹീഹായ ഹദീസാണ്. 70,000 മലക്കുകളെ അല്ലാഹ് സഅദ് ബിൻ മുആദ് മരിച്ചപ്പോ ഭൂമിയിലേക്ക് അതുവരെ ഇറങ്ങാത്ത 70,000 മലക്കുകളെ പറഞ്ഞയച്ചു. എന്നിട്ട് സഅദ് റളിയല്ലാഹുവിന്റെ മയ്യത്ത് ഖബറിലേക്ക് വെക്കുമ്പോ റസൂലുള്ള കരഞ്ഞിട്ട് പറയണേ, ആർക്കെങ്കിലും ഖബറിൽ ഒരു ഞെരുക്കം, ഖബറിലെ ഒരു ഞെരുക്കം പടച്ചവൻ ഇല്ലാതെയാക്കി കൊടുക്കുമായിരുന്നുവെങ്കിൽ ഈ സഅദിന് കൊടുക്കണമായിരുന്നു. ഈ സഅദിന് പോലും ആ ഞെരുക്കമുണ്ട് എന്നാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അപ്പൊ നമ്മളൊക്കെ അവസ്ഥ എന്തായിരുന്നു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റബീഉൽ അവ്വൽ മാസം ലോകത്ത് നിന്ന് വിട പറയുമ്പോ, റബീഉൽ അവ്വൽ മാസം മുത്തുനബി ലോകത്ത് നിന്ന് വിട പറയുമ്പോ, പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ പ്രവാചകൻ കാലിനെ ചുരുട്ടി, കാല് നിവർത്തി, കൈ ഇങ്ങനെ മുകളിലേക്ക് ഉയർത്തി, കൈ താഴ്ത്തി, നെറ്റിത്തടം ഉയർത്ത് കുളിച്ചു. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, എന്റെ നെറ്റിയാകെ വിയർത്ത് കുളിക്കുന്നു ആയിഷ, ഒരു നനഞ്ഞ തുണി കൊണ്ട് എന്റെ നെറ്റി ഒന്ന് തുടച്ചു കൊണ്ട. ആയിഷ ഇങ്ങനെ നനഞ്ഞ തുണി കൊണ്ട് നെറ്റി തുടച്ചു കൊടുത്തു, നെറ്റിയിൽ ഇട്ട് കൊടുത്തു. പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീവിയുടെ ഷോൾഡറിൽ കിടന്ന് ഊർന്നിറങ്ങി മടിത്തട്ടിലേക്ക് വീണിട്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ ഇങ്ങനെ ആകാശത്തിലേക്ക് ഉറക്കുന്ന കൈകളുയർത്തി ആയിഷ ബീവിയോട് പറഞ്ഞു, യാ ആയിഷ, ഇന്നലിൽ മൗതി ലസകറാത്ത്, മരണത്തിന് സഹിക്കാൻ പറ്റാത്ത വേദനയുണ്ട് ആയിഷ, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ആർക്ക്? നമ്മുടെ നേതാവായ തങ്ങളായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നമ്മളെ മരണവേദന എന്താ? ഇതിന്റെ വേദന പറഞ്ഞുതരാൻ മരിച്ചാലും തിരിച്ചു വന്നിട്ടില്ലല്ലോ. സുഹൃത്തുക്കളെ, മരിച്ച ഒരാളെങ്ങാനും നമ്മളോട് സംസാരിക്കാൻ പഠിച്ചവൻ അങ്ങനെ ഒരു കഴിവ് കൊടുത്തിരുന്നെങ്കിൽ പറയും, ഒരുങ്ങിക്കോളിട്ടോ, റെഡി ആയിക്കോളും മരണത്തിന്. കാരണം അത്ര കഠിനമായ മൂത്രിച്ചു പോകും, വേദന കാഷ്ടിച്ചു പോകും. അത് ആ മയ്യത്തിന്റെ പോരായ്മമാരോട് പറയാൻ പാടില്ല. അത് നല്ല മനുഷ്യരാണെങ്കിൽ സംഭവിക്കുന്നത്. മരണത്തിന് അത്ര വേദനയാണ്. ചിലപ്പോ ആ തുണിയില്, ഡ്രസ്സില് കാഷ്ടണ്ടാവും, മൂത്രം ഉണ്ടാവും. അതൊന്നും പുറത്തു പറയാൻ പാടില്ല. മയ്യത്തിന്റെ ഒരു ന്യൂനതകളും പുറത്തു പറയാൻ പാടില്ല. ഖുർആൻ പറഞ്ഞതറിയോ? പടച്ചോന് ഇഷ്ടമില്ലാത്ത രൂപത്തിൽ ജീവിച്ച ഒരാളാണ് അവന്റെ മുഖത്ത് മലക്കുകൾ ഇങ്ങനെ ആഞ്ഞടിക്കും. ഒരേ കട്ടില്ല വാപ്പയും ഇങ്ങനെ കിടക്കണത്. ഉമ്മ മരിക്കുക, അടി കിട്ടിയിട്ടാണ് ഉമ്മ മരിക്കണമെങ്കിൽ വാപ്പാക്ക് അറിയില്ല. വാപ്പാക്ക് അടി കിട്ടിയിട്ടാണ് വാപ്പ മരിക്കുന്നതെങ്കിൽ ഉമ്മ അറിഞ്ഞിട്ടില്ല. അതാണ് അല്ലാഹുവിന്റെ സംവിധാനം. മുഖത്തും മുതുകിലും ഇങ്ങനെ അടിക്കുകയാണ്. എന്നിട്ട് മലക്കുകൾ പറയും, മരിപ്പിക്കുന്ന മലക്കിന്റെ പേരെന്താ? മലക്കുൽ മൗത്ത്. അസ്റായീലൊന്നും ഖുർആനിൽ ഹദീസിലൊന്നും ഇല്ല. ആളുകൾ ഇങ്ങനെ പറഞ്ഞതാണ്. സ്വഹീഹായ ഹദീസിൽ അസ്റായീൽ പേരുണ്ടോ? ഇല്ല. ഖുർആനിലും ഇല്ല, ഹദീസിലും ഇല്ല. ആളുകൾ ഇങ്ങനെ പണ്ടേ പറഞ്ഞു. അവിടെ നമ്മളങ്ങനെ പറയാന്നല്ലാതെ മലക്കുൽ മൗത്ത്, മരണ ഡ്യൂട്ടി അല്ലാഹു ഏൽപ്പിച്ച മലക്ക്. ആ മലക്കുൽ മൗത്തിന്റെ കൂടെ വേറെ മലക്കുകളുണ്ട്. അവർ ഒന്നിച്ചു വന്നിട്ട് ആ മരിക്കാൻ കിടക്കുന്നവരുടെ മുഖത്തടിക്കുകയാണ്, അവരുടെ മുതുകിലടിക്കുകയാണ്. എന്നിട്ട് അവരോട് പറയും, വേദനാജനകമായ ശിക്ഷ ആസ്വദിക്കണോ എന്ന് പറഞ്ഞ് അടിച്ചു മരിപ്പിക്കും. അവർ റൂഹിന്റെ ഉള്ളിലേക്ക് വലിയും. ഹദീസ് പറയാ, ഖുർആൻ പറയാ. അപ്പൊ വീണ്ടും അടിക്കും, മലക്കുകൾ ആക്രോശിക്കും. ഖുർആനിൽ പ്രയോഗമുണ്ട്. മലക്കുകൾ പറയും, റൂഹ് ഉള്ളിലേക്ക് വലിയുമ്പോ എടുക്കണോ റൂഹ് പുറത്തേക്ക്, എടുക്കണോ റൂഹ് പുറത്തേക്ക്. ആക്രോശിക്കും മലക്കുകൾ.
പേടിപ്പിക്കും മലക്കുകൾ. എന്നാൽ നല്ലൊരു മനുഷ്യനാ മരിക്കുന്നതെങ്കിലോ സലാമുൻ അലൈക്കും ഉദ്ഖുലുൽ ജന്ന, സലാമുൻ അലൈക്കും ഉദ്ഖുലുൽ ജന്ന ബിമാ കുൻതും തഅമലൂൻ. നിങ്ങൾ ചെയ്ത നിസ്കാരം, നിങ്ങൾ കൊടുത്ത സക്കാത്ത്, നിങ്ങൾ കൊടുത്ത സദഖ, നീ ചെയ്ത ഹജ്ജ്, നീ ചെയ്ത ഉംറ, നീ പുഞ്ചിരിച്ചത്, വടിയിൽ നിന്നൊരു മുള്ളു നീക്കിയിട്ടത്, അല്ലേ, വലിയവരെ ബഹുമാനിച്ചത്, ചെറിയവരോട് കരുണ കാണിച്ചത്, ഭാര്യയുടെ മക്കൾ മിസ്റ്റേക്ക് വന്നിട്ടും പുറത്തു കൊടുത്തത്, ഭർത്താവിനോട് ക്രൂരമായി പെരുമാറിയിട്ടും ഞാൻ ക്ഷമ അവലംബിച്ച് ജീവിച്ചത്, എന്റെ മക്കളോട് സൗമ്യമായി പെരുമാറിയത്, അയൽപക്ക ബന്ധങ്ങൾ ചേർത്തത്, ചതിക്കാതെ വഞ്ചിക്കാതെ ജീവിച്ചത്, പ്രിയപ്പെട്ടവരെ മനുഷ്യരോട് മനുഷ്യത്വത്തോടു കൂടിയുള്ള പെരുമാറ്റം നടത്തിയത്, ഇതര ജീവജാലങ്ങളോട് കരുണ കാണിച്ചത്, എല്ലാം നീ ചെയ്ത അമലുകളെല്ലാം, അതാണ് അവിടെ പ്രയോഗം. സലാമുൻ അലൈക്കും ഉദ്ഖുലുൽ ജന്ന ബിമാ കുൻതും തഅമലൂൻ. നിങ്ങൾ പ്രവർത്തിച്ചത് നിമിത്തം സ്വർഗ്ഗത്തിലേക്ക് കൊണ്ടുപോകാനാണ് ഞങ്ങൾ വന്നത്, പേടിക്കണ്ട എന്ന് മലക്കുകൾ പറയും. അങ്ങനെ മരണം നമുക്ക് കിട്ടുമോ ഇല്ലേ? നമ്മൾ ഒരുങ്ങിയിട്ടുണ്ടോ? നമ്മൾ ഒരുങ്ങിയിട്ടുണ്ടോ? ഒരുങ്ങണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പോലും മരണവേദന സഹിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? ഈ രംഗം കണ്ടിട്ട് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ഉറക്കെ കരയാൻ ശ്രമിച്ചപ്പോ പ്രവാചകൻ വിറക്കുന്ന കൈകൊണ്ട് ഇങ്ങനെ കാണിച്ചു, ചെയ്യല്ലേ, ഇങ്ങോട്ട് വാ, മരിക്കുകയാണ്, വഫാത്താണ്. എന്നിട്ട് ഫാത്തിമ ബീവിയുടെ ചെവിയിൽ എന്തോ പറഞ്ഞു. എന്താ പറഞ്ഞതെന്ന് പിന്നെ ഫാത്തിമ ബീവിയോട് ചോദിച്ചപ്പോ പറഞ്ഞത്, പേടിക്കണ്ട, അധികം വൈകാതെ വാപ്പാന്റെ ഒപ്പം നിനക്ക് പോരാ കേട്ടോ, വാപ്പ ഒറ്റക്ക് പോവല്ല, നിന്നെ പഠിച്ചോ വേഗം പിടിക്കും, വാപ്പാന്റെ കൂടെ വേഗം വരാം നിനക്ക് എന്നാണ് പറഞ്ഞത്. മനസ്സിലായില്ലേ? എന്നൊക്കെ ചരിത്രത്തിൽ എഴുതി വെച്ചത് കാണാം. ഫാത്തിമ റളിയല്ലാഹു അൻഹ മുത്തുനബി ആ മോളെ വിശേഷിപ്പിച്ചത് ഖിതഅതു കബ്ദി, എന്റെ കരളിന്റെ കഷ്ണം എന്നാണ്. ഖിതഅതു കബ്ദി. എന്നിട്ട് ആ കരളിന്റെ കഷ്ണമായ ഫാത്തിമ ബീവിയുടെ നബി എന്താ പറഞ്ഞത്? മോളെ, നീ നിന്റെ അമലൊക്കെ നേരാക്കിക്കട്ടോ, പാപ്പ അല്ലാഹ് നിശ്ചയിച്ച അവസാനത്തെ നബിയാണ് തങ്ങളാന്ന് പറഞ്ഞിട്ട് പരലോകത്ത് നിന്ന് വന്നാൽ നരകത്ത് നിന്ന് നിന്നെ കാക്കാൻ ഈ വാപ്പാക്ക് കഴിയില്ലട്ടോ മോളെ. നമ്മുടെ നാട്ടിലെ പണ്ഡിതന്മാരും ഉസ്താദന്മാരും മൗലവിമാരൊക്കെ പങ്കെടുക്കണം, തങ്ങൾ ഒരു പെടി പിടിക്കേണ്ട, ഞങ്ങൾ നിങ്ങളെ കൂടെ ആണോ? അള്ളാന്റെ റസൂല ലോകം കണ്ട ഏറ്റവും വലിയ തങ്ങൾ, ആ തങ്ങളാ നബിയുടെ കുഞ്ഞാന മോളോട് പറയുന്നത്, നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ മോളെ ഈ വാപ്പാക്ക് കഴിയില്ലട്ടോ, അതുകൊണ്ട് മോളെ പണിയെടുത്തോ, അമല് ചെയ്തോ എന്ന് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയോട് തങ്ങളായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നേരത്തെ പറഞ്ഞ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു 5 കൊല്ലം ജീവിച്ചത്. പക്ഷെ 5 കൊല്ലം പുലിയായി, നരിയായി, സിംഹമായി ജീവിച്ചു ദീനിനു വേണ്ടി. ആ ജീവിച്ച കാലം ചെയ്ത അമല് കുറെ ചെയ്യാന്നുള്ളതല്ല, ഭംഗിയായി നിർവഹിക്കുക. ഇപ്പൊ റമദാൻ തറാവീഹ് നിസ്കരിച്ചു. ഈ തറാവീഹ് റമദാൻ കഴിഞ്ഞാലുണ്ട്, റമദാന് മുമ്പുണ്ട്, എല്ലാ മാസവും ഉള്ളതാണ്. ഒറ്റക്കൊറ്റക്ക് നിസ്കരിക്കലാണ്. പൂർണ്ണമായി നിസ്കരിക്കാൻ കഴിയില്ല. ഒരു 3 റക്അത്ത്, ഒരു 5 റക്അത്ത്, ഒരു 7 റക്അത്ത് നിസ്കരിക്കുക നമ്മള്. എന്നിട്ട് എല്ലാവരും ഉറങ്ങിക്കിടക്കുമ്പോ കണ്ണീരോടുകൂടി ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബിനോട് ഒരു 3 മണിക്ക് 4 മണിക്ക് എണീറ്റ് കരഞ്ഞു പറ നമ്മുടെ പ്രശ്നങ്ങളെ. ഈ ലോകത്തിന്റെ രക്ഷിതാവായ അന്തകടാഹനദിവനായ പ്രപഞ്ചത്തിന്റെ നാഥനായ കാരുണ്യവാനായ റബ്ബിന്റെ മുന്നിലേക്ക് നീട്ടിയ കരങ്ങൾ അവൻ സ്വീകരിക്കാതിരിക്കില്ല. നമ്മൾ പറയുന്നുണ്ടോ, ينزل ربنا تبارك وتعالى الى السماء الدنيا كل ليله. എല്ലാ രാത്രിയും അല്ലാഹ് ഭൂമിയുടെ അടുത്ത ആകാശത്തിലേക്ക് രാത്രിയുടെ 3 ഭാഗമായി തിരിച്ചാൽ അവസാനത്തെ ഭാഗം സമയമാകുമ്പോൾ എന്ന് പറഞ്ഞാൽ 2 മണിക്ക് ശേഷം 2:30 ശേഷമുള്ള സുബഹിയുടെ മുമ്പുള്ള സമയം അല്ലാഹ് പറയാ, ഞാൻ വരുന്നുണ്ട് 1-ാം ആകാശത്തിലേക്ക്, ഭൂമിയുടെ അടുത്ത ആകാശത്തിലേക്ക്. എന്നിട്ട് ഞാൻ പറയും, ആരാ എന്നോട് ചോദിക്കാനുള്ളത്, ഞാൻ തരാം നിങ്ങൾക്ക് ഉത്തരം. നമ്മൾ സുഖമായിട്ട് കുറുക്ക വലിച്ചുറങ്ങല്ലേ അല്ലേ? ചോദിക്കലുണ്ടോ? റമദാൻ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് 10 ആഴെണ്ണോട് നമ്മളൊക്കെ എണീക്കുന്നുണ്ട്. ഞാൻ നിങ്ങളൊക്കെ ചിന്തിക്കാനാ പറഞ്ഞത്, ഞാൻ നിങ്ങളൊക്കെ ചിന്തിക്കാനാണ്. 10 ആഴെണ്ണോട് എണീക്കുന്നുണ്ട്. നമ്മള് റമദാൻ കഴിഞ്ഞാൽ പിന്നെ ആ സമയത്തൊന്ന് എണീറ്റിട്ട് ഒരു 3 റക്അത്ത് നമസ്കരിക്കാൻ പ്രിയപ്പെട്ട സമയമുണ്ടോ? എന്തോ ഇഷ്ടമാണ് നമ്മൾ നടത്തിയത്. സ്വഹാബത്തിന് പല കഥകളും പറയേണ്ട ഒന്നാണ് പരലോകത്ത്. പടച്ചോനെ, ഖബ്ബാബ് റളിയല്ലാഹു പറയും, പടച്ചോനെ
തീന്റെ കട്ട വെച്ചിട്ട് അതിന്റെ മേലെ അങ്ങനെ മലർത്തി കിടത്തി. ഞാൻ നബിയുടെ അടുക്കിലേക്ക് എന്നെ വിട്ടപ്പോ, ശത്രുക്കൾ എന്നെ വിട്ടപ്പോ ഓടിച്ചെന്ന് കഅബയിൽ ഇങ്ങനെ ചാരിയിരിക്കുന്ന നബിയോട് ഞാൻ ചോദിച്ചു, നബിയെ, അല്ലാഹുവിന്റെ ദൂതനെ, എപ്പോഴാ റബ്ബിന്റെ സഹായം, മത്താ നസ്റുല്ലാഹ് ഞാൻ ചോദിച്ചു. അപ്പൊ നബി ചോദിച്ചു എന്നോട്, റബ്ബേ, എന്താണ് നമ്മളൊക്കെ സഹിച്ചത്? ഞാൻ തിരിഞ്ഞു നിന്നു. അപ്പൊ എന്റെ പുറത്ത് 3 ദ്വാരം മാംസം ഉരുകി ഒലിച്ചിട്ടുണ്ട്. ഇത് കണ്ടപ്പോ പ്രവാചകന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് ധാരധാരയായി ഒഴുകി. നബി പറഞ്ഞു ഖബ്ബാബിനോട്, ഖബ്ബാബേ, ക്ഷമിക്കുക, അല്ലാഹു ക്ഷമിക്കുന്നവരുടെ കൂടെയാണ്. ഒരു സഹാബിനെ കാല് മേപ്പോട്ടാക്കി കെട്ടിത്തൂക്കി. എന്നിട്ട് ശത്രുക്കൾ 4 ഭാഗത്ത് നിന്ന് ചാട്ടവാറുകൾ കൊണ്ട് ഇങ്ങനെ അടിച്ചു. ചാട്ടവാറിന്റെ വള്ളിയുടെ കൂടെ സഹാബിയുടെ ഇറച്ചി പറഞ്ഞിങ്ങനെ പോലെയാണ്. ഇത് പറഞ്ഞു, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്റെ സ്ഥാനത്തായിരുന്നെങ്കിൽ എന്ന് പറഞ്ഞാൽ നിന്നെ വെറുതെ വിടാതെ. എന്താ പറയേണ്ടത്? ഞാനിപ്പോ ഈ കിടക്കുന്ന സ്ഥാനത്ത് എന്റെ നബി ആയിരുന്നെങ്കിൽ എന്ന് പറഞ്ഞാൽ നിന്നെ വെറുതെ വിടാം. വരണ്ട, റസൂലിനെ കൊണ്ടുവരണ്ട, അങ്ങനെ പറഞ്ഞാൽ മതി ഞങ്ങളെ. അപ്പൊ സഹാബി എന്താ പറഞ്ഞാലും തല കീഴ്പോട്ടാക്കി കെട്ടിത്തൂക്കി അടികൊള്ളുമ്പോ പറഞ്ഞാൽ എന്താ അറിയോ? എന്റെ സ്ഥാനത്ത് എന്റെ നബി ആയിരുന്നെങ്കിൽ എന്നതിന് പകരം നബിയുടെ ശരീരത്തിലെ ആയിരക്കണക്കിന് രോമങ്ങളിൽ ഒരു രോമം പകരമായിരുന്നെങ്കിൽ എന്ന് പറയാനാ നിങ്ങൾ ആവശ്യപ്പെടുന്നെങ്കിൽ പറയില്ലടോ, തല്ലി കൊല്ലാൻ നിങ്ങൾക്ക്. അതുപോലും പറയാൻ റെഡിയല്ല. എന്റെ പ്രവാചകൻ എനിക്ക് അത്ര ഇഷ്ടമാണ് എന്ന് ആ സ്വഹാബി വിളിച്ചു പറഞ്ഞ ചരിത്രം രേഖപ്പെടുത്തുന്നത് അല്ലേ? യുദ്ധത്തില് കുതിര മറിഞ്ഞു വീണപ്പോൾ ജ്യേഷ്ഠൻ വീടിരിക്കുന്നു, അനുജന്റെ കുതിര വരുന്നു വേക്കുന്നത്. അപ്പോ സുഹൃത്തുക്കളുടെ കുതിരകളൊന്ന് ചവിട്ടി ഒന്ന് ബ്രേക്ക് ഇട്ടു. അപ്പൊ അഞ്ചു ചോദിച്ചാൽ എന്താ, ഒരാൾ വീണിട്ടുണ്ട്, അത് നോക്കണ്ട, ശത്രുക്കളുടെ മുന്നിലേക്ക് ഇപ്പൊ ചെല്ലേണ്ട സമയമാണ്, മുന്നോട്ട് പോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവർ ചാടിക്കടന്നു പോകുന്നതും ചവിട്ടി പോകുന്നതും ഒക്കെ ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്നു. കയ്യറ്റുപോയ സഹാബി മറുകൈയിലേക്ക് വാള്, ഈ തൊലിയിൽ മാത്രം തൂങ്ങിപ്പിടിച്ചു നിൽക്കുന്ന കൈ ശത്രുക്കളുടെ വെട്ടേറ്റിട്ട് യുദ്ധത്തിൽ. എന്നിട്ട് ഇടത്തെ കൈ കൊണ്ട് വാള് പിടിച്ച് യുദ്ധം തുടരുമ്പോ ഈ തൊലിയിൽ തൂങ്ങുന്ന കൈ ഇങ്ങനെ ആടിയിട്ട് ശല്യമായപ്പോ ശത്രുക്കളുടെ മുഖത്തേക്ക് നോക്കി കാലിനടിയിലേക്ക് വലത്തെ കൈ വെച്ച് അമർത്തി ആ തൊലിയൊക്കെ വലിച്ചു പൊട്ടിച്ചിട്ട് മുന്നോട്ട് പോകുന്ന രംഗം ചരിത്രം രേഖപ്പെടുത്തും. ഇവര് പോകുന്ന സ്വർഗത്തിലേക്ക് പോകാൻ തറാവീഹ് ശേഷം 20 മിനിറ്റ് ക്ലാസ് ഉണ്ടാകുമ്പോ വാച്ച് പോകണം അല്ലേ? സ്വർഗം കിട്ടണം നമുക്കൊക്കെ. 50 മിനിറ്റ് തറാവീഹ് ഒരു 1.25 മണിക്കൂറായാല് ആള് കുറയും. 50 മിനിറ്റ് തറാവീഹ് അല്ലെ, എത്ര മിനിറ്റ് ഉണ്ടാല്? 50 മിനിറ്റ് അല്ലേ? അതിൽ 1.25 മണിക്കൂറായാല് ആള് കുറയും. അത്ര നിയമക്കില്ലാണ് അതിലെ പിടിച്ചിക്കാൻ കഴിയില്ല. ഫസ്റ്റ് പോക ജിമ്മും കരാട്ടൊക്കെയുള്ള ആൾക്കാരാക്കാൻ പ്രായം ഒരു മിനി നോക്കും. മനസ്സിലായില്ലേ? നല്ല കരാട്ടി ജിമ്മൊക്കെ ഉള്ളല്ലേ? ഒരു 1.25 മണിക്കൂറൊക്കെ തറാവിയാക്കി പോലെ കൊഞ്ഞു പോകും. നിൽക്കാൻ കഴിയില്ല അള്ളാന്റെ മുമ്പിൽ. അതിന്റെ ഇടയിൽ 2 റക്അത്ത് കഴിഞ്ഞാൽ ഇരിക്കുന്നുണ്ട്, 4 റക്അത്ത് കഴിഞ്ഞാൽ കുറച്ച് സമയം ഇരിക്കും അല്ലെ? അത്തഹിയ്യാത്തിൽ ഇരിക്കുന്നുണ്ട്, ഫുള്ള് 1 മണിക്കൂർ നേരെ നിൽക്കണമല്ല. പക്ഷെ ആ സൊഫയിൽ അടങ്ങി 1 മണിക്കൂർ നിൽക്കാൻ നമ്മുടെ മനസ്സ് പാകപ്പെട്ടിട്ടില്ല. അതാണ് നമ്മുടെ ഈമാൻ, അതാണ് നമ്മുടെ ഈമാൻ. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം, നമ്മൾ ഒരുങ്ങുക. സുഹൃത്തുക്കളെ, നമ്മുടെ കയ്യിലും ഒന്നുമില്ല. ഈ സംസാരിക്കുന്ന എന്റെ കയ്യിലും നിങ്ങളുടെ കയ്യിലൊന്നും നാളേക്കുള്ള കോപ്പുകൾ ഒരുങ്ങിയിട്ടില്ല. ഒരു ഗൾഫിലേക്ക് ആദ്യമായിട്ട് പോകുന്ന ഒരാളെ മോനെ പോവുകയാണെങ്കിൽ ഉമ്മ ഉപദേശിക്കും, പാപ്പ ഉപദേശിക്കും അല്ലെ? നീ ആദ്യമായിട്ട് പോവാണ് എനിക്ക്, അതുകൊണ്ട് പറഞ്ഞുതരേണ്ടേ എന്ന് പറഞ്ഞിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. നമ്മുടെ മോനെ ചേർത്ത് പിടിച്ച്, നമ്മളെക്കാൾ വലിപ്പട്ടെ ഒന്ന് ചേർത്ത് പിടിച്ചിട്ട്, മോനെ ഇന്ന് നീ മരിക്കുകയാണെങ്കിൽ, അല്ല വാപ്പയാണ് ആദ്യം മരിക്കുന്നതെങ്കിൽ, അല്ല നീയാണ് ആദ്യം മരിക്കുന്നതെങ്കിൽ, മോനെ നിസ്കാരത്തിന്റെ ബാഗ് റെഡിയാണ്. എല്ലാ വക്ത നിസ്കാരം കറക്റ്റ് ഉണ്ടോ? അതിന്റെ കിറ്റ് റെഡി ഉണ്ടോ? എടുത്ത് ഉണ്ടോ? ഫർളായ നോമ്പൊക്കെ നഷ്ടപ്പെടാതെ നോക്കിയിട്ടുണ്ടോ? മോനെ എനിക്ക് നല്ലൊരു ബിസിനസ് ഉണ്ട്, എന്റെ സക്കാത്തൊക്കെ 2.5% കണക്കൂട്ടി കൊടുത്തിട്ടുണ്ടോ? പോകാൻ റെഡി ആയിട്ടുണ്ടോ? ചോദിക്കലുണ്ടോ? നമ്മുടെ മോനോട് ചോദിക്കലുണ്ടോ? സ്വത്തിനെ കുറിച്ചും കച്ചവടത്തെ കുറിച്ചും ഒക്കെ ചർച്ചയില്ലേ? ബിസിനസിനെ കുറിച്ച് ചർച്ചയില്ലേ? അടുത്ത ഷോപ്പ് തുടങ്ങാൻ ചർച്ച നടക്കലില്ലേ? പരലോകത്തെ കുറിച്ച് മോനെ ചേർത്ത് പിടിച്ച്, മോളെ ചേർത്ത് പിടിച്ച്, നമ്മളെ ഭാര്യയെ ചേർത്ത് പിടിച്ച് പരലോക ചർച്ച നമ്മുടെ വീട്ടിൽ ഉണ്ടാകാറുണ്ടോ? ഉണ്ടാവണം. അതേ നമുക്ക് ബാക്കിയാവും.
അതേ നമുക്ക് ബാക്കിയാവും. ഇന്നിപ്പോ ഞാൻ പറഞ്ഞല്ലോ, എന്റെ കൂടെ ഇരിക്കുന്ന സുഹൃത്തിന്റെ മരുവന്റെ അനിയനാണ് മരിച്ചത്. ഇനി അവനെ കുറിച്ച് ചർച്ച ചെയ്തിട്ട് കാര്യമുണ്ടോ? റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഹൽ തന്തമിറൂന ഇല്ലാ മൗതൻ മുജ്ഹിസ, പെട്ടെന്നുള്ള മരണം വരാൻ കാത്തിരിക്കുകയാണോ നിങ്ങൾ? ചിലപ്പോൾ ബൈക്കിനങ്ങോട്ട് വീണിട്ട് തല അടിച്ച് ആ കാസർഗോഡിലേക്കോ മംഗലാപുരത്തേക്കോ ഹോസ്പിറ്റലിലേക്ക് ഇങ്ങനെ കൊണ്ടുപോകുമ്പോ ആംബുലൻസിന്റെ സൗണ്ട് ഒക്കെ ഇങ്ങനെ കേൾക്കുന്നുണ്ട്, ഉണ്ടാകില്ല. കൂടുതൽ ആളുകൾ പലതും പറയുന്നത് നമ്മൾ ഇങ്ങനെ കേൾക്കുന്നുണ്ട്. എന്താണ് ആ അവസ്ഥ? കണ്ടിട്ട് പ്രശ്നമുണ്ട്, തലക്ക് അടി വീണിട്ടുണ്ട്, ചോര കുറെ പോയിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഇവന്റെ സംസാരിക്കണമെന്നുണ്ട്, കഴിയില്ല. അപ്പൊ മനസ്സിനിങ്ങനെ ഓടും, പടച്ചോനെ നന്നായ മതിയായിരുന്നു, പടച്ചോനെ ശരിയായ മതിയായിരുന്നു. ഇനി അപ്പൊ മനസ്സിനിങ്ങനെ ഓർമ്മ വരും, ഇനി എങ്ങാനൊരു അവസരം ഈ അപകടത്തിൽ ഞാൻ മരിക്കാതെ ബാക്കിയായാൽ, എന്റെ പ്രശ്നം തീർന്ന് ഞാൻ പുറത്തു വന്നാൽ ഇനി ഞാനൊരു പുതിയ മനുഷ്യനായിരിക്കും. പക്ഷെ ചിലപ്പോ അവസരം ഉണ്ടാവില്ല. അതോടുകൂടി പതുക്കെ പതുക്കെ ആംബുലൻസിന്റെ സൗണ്ട് നമ്മൾ കേൾക്കാതെയാവില്ല. ഒപ്പമുള്ള ആളുകളുടെ കരച്ചിലും അവരുടെ തേങ്ങിപ്പറച്ചിലും നമ്മൾ കേൾക്കാതെയാവില്ല. പതുക്കെ നമ്മൾ നിക്ഷരനാവില്ല. ഇനി പറഞ്ഞിട്ട് എന്താ കാര്യം? അവിടെ ആരും ഉണ്ടാവില്ല, ഒരാളും ഉണ്ടാവില്ല, ഒരു ഭർത്താവ് ഉണ്ടാവില്ല, ഒരു ഭാര്യ ഉണ്ടാവില്ല, മക്കളുണ്ടാവില്ല. നമ്മളെ അവരൊക്കെ പ്രാർത്ഥന ഉണ്ടാവും. നല്ലവരാണെങ്കിൽ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അല്ലെങ്കിൽ ആരും ഉണ്ടാവില്ല. ആരുണ്ടാവുക? നമ്മളിപ്പോ മരിച്ചു, ഞാൻ മരിച്ചു, എന്റെ മക്കള് ചിലപ്പോ എല്ലാവരും ഖബറിന്റെ അടുത്തുനിന്ന് പോയാലും കുറച്ച് സമയം കൂടി നിൽക്കും. കാരണം എന്റെ മക്കളാണ് അവര്. അപ്പൊ ആളുകൾ എന്താ പറയാ, സാരല്ല, തോളിൽ കൈയിടും, കയ്യെ പിടിക്കും, പോര് തിരിച്ചു പോവുക. ഇവിടെ നിന്നിട്ട് എന്താ കാര്യം? നമുക്കൊക്കെ മരിക്കാനുള്ളതല്ലേ. പാപ്പ മരിച്ചു, ശരി തന്നെ, നമുക്ക് മരിക്കാനുള്ളതാണ്, ക്ഷമിക്കല്ലാതെ മാർഗമില്ല. ചിലപ്പോ ഖബറിന്റെ അടുത്തുനിന്ന് എല്ലാവരും നിന്നതിനേക്കാൾ 5 മിനിറ്റ് കൂടി നിൽക്കും, പക്ഷെ നമ്മളെ കൊണ്ടുപോകും. ഇനി നമ്മൾ അവിടെ ഒരു ദിവസം തന്നെ നിൽക്കാൻ തീരുമാനിച്ചു, ഖബറത്തെ ആൾക്ക് എന്ത് കിട്ടും? അവന്റെ അമലറമ്പ് നോക്കുക. ആ ഖബറിൽ കിടക്കണ ചില ആളുകൾ നിസ്കാരത്തിന് വൈകിയത്, ചില ആളുകൾ അമല് ചെയ്യാൻ വൈകിയത്, സക്കാത്ത് കൊടുക്കാൻ വൈകിയത്, ആ ധർമ്മം കൊടുക്കാൻ വൈകിയത്, ഉംറക്ക് പോകാൻ വൈകിയത്, ഹജ്ജിന് പോകാൻ വൈകിയത്, ആ ദീനി പ്രവർത്തനത്തിന് ഇറങ്ങാൻ വൈകിയത്, ദഅവത്തിന് ഇറങ്ങാൻ വൈകിയത്, പള്ളിയുടെ കാര്യത്തിൽ ശ്രദ്ധിക്കാൻ വൈകിയത്. എന്താ പറയുക, ഞാൻ കേട്ടോ എന്നെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന ചെയ്തോളാം, തിരക്കാണ്. ഈ തിരക്കൊക്കെ കഴിഞ്ഞ് മുമ്പിൽ പഞ്ഞിച്ച് നമ്മളെ കടത്തുന്ന ഒരു സമയത്ത് പിന്നെ തിരക്കില്ല. അതാലോചിച്ചുകൊണ്ടായിരിക്കണം നമ്മുടെ മുന്നോട്ടുള്ള ഗമനം. അള്ളാഹു ചിന്തിക്കുന്ന ആലോചിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. എത്ര സമയം ക്ലാസ് ഉണ്ടാവാറുണ്ടാവില്ല, ഇതിനു മുമ്പേ അവസാനിക്കുന്നുണ്ടാവും. ഞാൻ കുറച്ച് സമയം അധികം പറഞ്ഞോന്ന് എനിക്ക് സംശയമുണ്ട്. ഏതായാലും ഒരു നന്മയ്ക്ക് വേണ്ടിയാണ് അള്ളാഹു കബൂലാക്കുമാറാകട്ടെ, അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ജീവിതത്തിൽ വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും സർവശക്തനായ അള്ളാഹു നമുക്ക് പുറത്തു മാപ്പ് നൽകുമാറാകട്ടെ. അള്ളാഹുവേ, ഇന്ന് മരണപ്പെട്ട ഞങ്ങളുടെ അരിയ സുഹൃത്ത്, ഇന്നലകളിൽ മരണപ്പെട്ട ഞങ്ങളുടെ മഹല്ലുകളിലെ ഞങ്ങളുടെ സഹോദരങ്ങൾ, ബാപ്പ ഉമ്മമാർ, ജ്യേഷ്ഠാനിയന്മാർ, ഭാര്യ ഭർത്താക്കന്മാർ, മക്കൾ, ഞങ്ങളുടെ ആദർശ ബന്ധുക്കൾ, ഈ തൗഹീദിന് വേണ്ടി ഓടി നടക്കുന്ന സാധാരണക്കാർ, അള്ളാഹുവെ പലരും ഞങ്ങളെ വിട്ടുപിരിഞ്ഞിട്ടുണ്ട്. അള്ളാഹു അവർക്ക് നീ മഗ്ഫിറത്ത് കൊടുക്കണേ അല്ലാഹ്, മർഹമത്ത് കൊടുക്കണേ അല്ലാഹ്. അള്ളാഹുവെ, വലത് കൈ കൊടുക്കുന്നത് ഇടത് കൈ പോലും അറിയാതെ നിന്റെ ദീനിന് വേണ്ടി, സ്ഥാപനങ്ങൾക്ക് വേണ്ടി, പള്ളിക്ക് വേണ്ടി, മദ്രസകൾക്ക് വേണ്ടി, പാവപ്പെട്ട സമൂഹത്തിന് വേണ്ടി പടച്ചവനെ നൽകിയത് നിന്റെ കൂലി മാത്രം ആഗ്രഹിച്ചിട്ടാണ്. അല്ലാഹുവേ, നീ അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. സകാത്ത് എന്ന പദത്തിന്റെ അർത്ഥം വർദ്ധനവ് എന്നാണെങ്കിൽ, അതേ ശുദ്ധീകരണം എന്നാണെങ്കിൽ, റബ്ബേ, അതിലൂടെ ഞങ്ങളുടെ സ്വത്തിനും ഞങ്ങളുടെ മനസ്സിനും നീ ശുദ്ധീകരണം നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ലോകത്തിന്റെ നാനാ കോണുകളിൽ മുസ്ലിമായതിന്റെ പേരിൽ മാത്രം വേദനിക്കുന്ന ആളുകളുണ്ട്. അവർക്ക് നീ അഭയം നൽകണേ അല്ലാഹ്, ആശ്രയം നൽകണേ അല്ലാഹ്. ഫലസ്തീനിന്റെ മണ്ണിൽ ഇന്നും കൊച്ചു മക്കളുടെ നിലവിളി ഞങ്ങൾ കേൾക്കുന്നു. അല്ലാഹുവേ, അവർക്ക് നീ ഒരു സ്വതന്ത്ര ഫലസ്തീൻ നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. അവർക്ക് നീ ഒരു സ്വതന്ത്ര ഫലസ്തീൻ നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ലോകത്തിന്റെ ഏത് കോണിൽ വെച്ചാണ് ഞങ്ങളുടെ മരണമെന്നറിയില്ല, അത് നിന്റെ പക്കൽ മാത്രമുള്ള അറിവാണ്. അല്ലാഹുവേ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തുൽ തൗഹീദ് ഉച്ചരിച്ച് മരിക്കാൻ ഞങ്ങൾക്ക് നീ സൗഭാഗ്യം നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, അമ്പിയാക്കന്മാർ, ഔലിയാക്കന്മാർ, സിദ്ദീഖുകൾ, ശുഹദാക്കൾ പോകുന്ന സ്വർഗ്ഗത്തിൽ ഞങ്ങളെ നീ പ്രവേശിപ്പിക്കണേ അല്ലാഹ്.
അള്ളാഹു ഞങ്ങളുടെ അമല് കൊണ്ട് ഞങ്ങൾക്ക് സ്വർഗത്തിൽ കിടക്കാൻ കഴിയില്ല. നിന്റെ കാരുണ്യം ഞങ്ങളുടെ മേൽ ചുറ്റി പൊതിഞ്ഞ് ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ അള്ളാഹുവേ. ലഹരിയുടെയും അതുപോലെ മയക്കുമരുന്നിന്റെയും MDMA-യുടെയും ഒക്കെ ഒരു മായാലോകത്ത് ജീവിക്കുന്ന ഈ പുതിയ തലമുറയ്ക്ക് അള്ളാഹുവേ ഞങ്ങളുടെ മക്കളെ തൊട്ട് ഞങ്ങൾക്ക് നീ കാവൽ നൽകണേ അള്ളാഹുവേ. മാരകമായ ഇത്തരത്തിലുള്ള വൃത്തികേടുകളിൽ ചെന്ന് ഞങ്ങളുടെ കുടുംബ ബന്ധുമിത്രാദികൾ ചെന്ന് പെടുന്നതില്ലെന്ന് നീ കാവൽ നൽകണേ اللهم خلص قلوبنا من الرياء اللهم خلص قلوبنا من النفاق اللهم خلص قلوبنا من الشرك والكفر آمين آمين برحمتك يا أرحم الراحمين.